പരിശുദ്ധമായ നോമ്പിലെ 5-ാം ദിവസമായ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് വലിയ ആശ്വാസം നൽകുന്ന വചനങ്ങളാണ്. ഈശോ അരുളി ചെയ്യുക, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. നോമ്പുകാലം തീരുമാനത്തിൻ്റെ കാലമാണ്. മനസാക്ഷിയുടെ മന്ത്രണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രത്യുത്തരിക്കേണ്ട സമയം. ഈശോ നമ്മോട് ചോദിക്കുക, ആർ യു ട്രൂലി ഫോളോവിങ് മീ ഓർ ആർ യു ഓൺലി സ്റ്റാൻഡിങ് നിയർ ബൈ? ഞാൻ ഈശോയുടേതാണ് എന്ന് പറയുമ്പോൾ അവനെ അറിയുക എന്നത് മാത്രമല്ല, മറിച്ച് അവൻ്റെ സ്വരം തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് അനുധാവനം ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. ക്രിസ്തു സ്വരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ ലോകത്തിൻ്റെ അനേകം സ്വരങ്ങൾ, പ്രലോഭനങ്ങളുടെ, ഭയത്തിൻ്റെ, സുഖസൗകര്യങ്ങളുടെ, അഹന്തയുടെ ഒക്കെ സ്വരം ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ പോരാട്ടത്തിലാണ്. എന്നാൽ ഒരു കാര്യം കൂടി ഈശോ ശക്തമായി പറയുകയാണ്, എനിക്ക് അവയെ അറിയാം. നിങ്ങളുടെ പോരാട്ടങ്ങൾ ഈശോയ്ക്കറിയാം. നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും അവനറിയാം. നിങ്ങളുടെ പാപത്തിൻ്റെ മേഖലകൾ ഈശോയ്ക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇതുവരെയും വിട്ടുകൊടുത്തിട്ടില്ലാത്ത മേഖലകളും ഈശോയ്ക്കറിയാം. എന്നിട്ടും അവൻ നിങ്ങളെ വിളിക്കുന്നു. അതാണ് എൻ്റെ തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ നന്മ. അതാണ് ഈ നോമ്പുകാലത്തിൻ്റെ കാരുണ്യം. ക്രിസ്തു ഒരിക്കലും പരിപൂർണതയ്ക്കായി കാത്തിരിക്കുന്നില്ല. അവൻ നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് ഈശോ നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യാശയോടെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാഗ്ദാനം നൽകുകയാണ്. അവൻ പറയുക, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. എത്ര ശക്തമായ വചനമാണ്! ലോകത്തിന് ഒരുപക്ഷെ നമ്മെ മുറിവേൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പാപത്തിന് നമ്മെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, പരീക്ഷണങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ നമ്മുടെ ജീവിതത്തെ തളർത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ അവയൊന്നും ക്രിസ്തുവിൻ്റെ പിടിയേക്കാൾ ശക്തമല്ലെന്ന് ഓർക്കണം. കുരിശിൽ തറയ്ക്കപ്പെട്ട അതേ കരങ്ങൾ തന്നെയാണ് ഇന്നും നമ്മെ താങ്ങി നിർത്തുന്ന കരങ്ങൾ. ഈശോ പറയുക, ഞാനും പിതാവും ഒന്നാണ്. This means our salvation is not fragile. ദൈവസ്നേഹം അനിശ്ചിതമല്ല. നാം അവനിലേക്ക് മടങ്ങുകയും അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുകയും ചെയ്താൽ അവൻ്റെ കരുണയിൽ നാം സുരക്ഷിതരാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം ഇടയനിൽ നിന്ന് ഓടി അകലുന്നത് ഉപേക്ഷിക്കാം. Let's stop listening to the false voices. Come back to Christ. ക്രിസ്തുവിലേക്ക് മടങ്ങാം. അവനെ ശ്രദ്ധിക്കാം. അവന് പൂർണ്ണമായി കീഴടങ്ങി അവനെ അനുഗമിക്കുന്നവരാകാം. കാരണം ഈ ജീവിതത്തിലെയും വരാനിരിക്കുന്ന ജീവിതത്തിലെയും ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈശോയുടെ കരങ്ങളിലാണ്. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.